വനിതാ ഏകദിന ലോകകപ്പിന്റെ സെമിഫൈനൽ കാണാതെ ബംഗ്ലാദേശും പാകിസ്ഥാനും പുറത്തായി. ഒരു മത്സരം ബാക്കി നിൽക്കെയാണ് ഇരു ടീമുകളും പുറത്തായത്. പാകിസ്ഥാൻ ഇതുവരെ കളിച്ച ഒരു മത്സരം പോലും ജയിക്കാതെയാണ് പുറത്താകുന്നത്. ഒരു മത്സരം കൂടി അവർക്ക് ബാക്കിയുണ്ട്. മഴ മൂലം റദ്ദാക്കപ്പെട്ട 2 മത്സരങ്ങളിൽ നിന്ന് ലഭിച്ച 2 പോയിന്റ് മാത്രമാണ് പാകിസ്ഥാൻ ഉള്ളത്. അതേസമയം ബംഗ്ലാദേശ് ആകട്ടെ ഒരു മത്സരത്തിൽ നിന്നും ജയിച്ച 2 പോയിന്റ് അവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയുടെ വമ്പൻ തോൽവിയാണ് പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയത്. 150 റൺസിന്റെ തോൽവി പാകിസ്ഥാൻ വഴങ്ങിയിരുന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക 40 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 312 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് പാകിസ്ഥാന് നൽകിയത്. ലോറ വോൾവാട്ട് 90, മരിസാനെ കാപ്പ് 68, സുനെ ലൂസ് 61 എന്നിവരായിരുന്നു അവരുടെ പ്രധാന സ്കോറർമാർ. പാകിസ്ഥാന് വേണ്ടി നഷ്ര സന്ധു, സാദിയ ഇക്ബാൽ എന്നിവർ 3 വിക്കറ്റ് വീതം വീഴ്ത്തി. മഴ പെയ്തതുമൂലം പാകിസ്ഥാന്റെ വിജയലക്ഷ്യം 20 ഓവറിൽ 233 റൺസാക്കി മാറ്റി. എന്നാൽ ആ 20 ഓവറിൽ അവർക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 83 റൺസ് എടുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. സിദ്ര നവാസ് ആണ് അവരുടെ ടോപ്പ് സ്കോറർ, 22 റൺസ്. നതാലിയ പർവേസ് 20 റൺസും സിദ്ര അമീൻ 13 റൺസും എടുത്തു. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി മരിസാനെ കാപ്പ് 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ഷാൻജേസ് 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ കാക്ക 1 വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ 150 റൺസിന്റെ വമ്പൻ വിജയം പാകിസ്ഥാന് മേൽ സൗത്ത് ആഫ്രിക്ക നേടി പാകിസ്ഥാൻ പുറത്താകുകയും ചെയ്തു.